നമസ്കാരം. ഡോളറും യൂറോയും രൂപയും അടക്കമുള്ള ഇന്നത്തെ സകല കറൻസികളും അപ്രസക്തമാവുന്ന ഒരു കാലം വരുമോ? ബിറ്റ്കോയിൻ അടക്കമുള്ള ക്രിപ്റ്റോ കറൻസികൾ ലോകം കീഴടക്കുന്ന കാലം വരുമോ? ആഗോള ധനകാര്യ വിദഗ്ധർ ഏറെക്കാലമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ നാട്ടിൽ അംഗീകാരമില്ലാത്തതിനാലും നമുക്ക് കൂടുതൽ അറിയാത്തതിനാലും ബിറ്റ്കോയിൻ അടക്കമുള്ള ക്രിപ്റ്റോ കറൻസികളെല്ലാം തട്ടിപ്പാണെന്നാണ് മലയാളികളുടെ പൊതുധാരണ. എന്നാൽ അതങ്ങനെയല്ല. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതോടെ ബിറ്റ്കോയിൻ കുതിക്കുകയാണ്. ബിറ്റ്കോയിൻ്റെ മൂല്യം $1,00,000 സാമ്പത്തിക വിദഗ്ധരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 ആഴ്ചക്കിടയിൽ ഇത് 45% ബിറ്റ്കോയിൻ ഉണ്ടായ വില വർധന. നിലവിൽ 1,03,085 ഒരു ബിറ്റ്കോയിൻ്റെ വില. ഏകദേശം 87 ലക്ഷം ഇന്ത്യൻ രൂപ വരും ഇത്. അമേരിക്കയെ ക്രിപ്റ്റോ കറൻസികളുടെയും ബിറ്റ്കോയിൻ്റെയും കേന്ദ്രമാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ബിറ്റ്കോയിൻ്റെ മൂല്യം കുതിക്കുന്നതെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയിൽ ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപിക്കുന്ന ആളുകളുടെ എണ്ണം മൊത്തം ജനസംഖ്യയുടെ 16%. പ്രധാനമായും ഇൻ്റർനെറ്റിലൂടെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ നാണയമാണ് ബിറ്റ്കോയിൻ. ഇത് ലോഹനിർമ്മിതമായ നാണയമോ കടലാസ് നോട്ടോ അല്ല. കമ്പ്യൂട്ടർ ഭാഷയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കോഡാണ്. എൻക്രിപ്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനാൽ ഇവയെ ക്രിപ്റ്റോ കറൻസി എന്നും വിളിക്കാറുണ്ട്. ഇടനിലക്കാരോ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകളോ സർക്കാരുകളോ നിയന്ത്രിക്കാനില്ലാത്ത സ്വതന്ത്ര നാണയം എന്ന ആശയമാണ് ബിറ്റ്കോയിനിലൂടെ യാഥാർത്ഥ്യമായത്. ആഗോള സാമ്പത്തിക ബാങ്കിംഗ് തകർച്ചയുടെ നിരാശയിൽ നിന്നാണ് ഡിജിറ്റൽ കറൻസി എന്ന ആശയം രൂപം കൊള്ളുന്നത്. 2008 സതോഷി നകാമോട്ടോ എന്ന വ്യാജ പേരിൽ അറിയപ്പെട്ട ഒരാളാണ് ഇത് അവതരിപ്പിച്ചത്. ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ കറൻസിയാണ് ബിറ്റ്കോയിൻ. ഒരു ബാങ്കിൻ്റെയും കീഴിലല്ല ബിറ്റ്കോയിൻ കറൻസി പ്രവർത്തിക്കുന്നത്. അമേരിക്കൻ സർക്കാരിൻ്റെ കരുതൽ ശേഖരത്തിൽ ബിറ്റ്കോയിൻ ഉൾപ്പെടുത്തുമെന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. 2021 നവംബറിൽ $69,000 അതുവരെയുള്ള റെക്കോർഡ് കുറിച്ച ശേഷം കൂപ്പുകുത്തിയ ബിറ്റ്കോയിൻ വില 2023 ജനുവരിയിലാണ് ഉയർന്നത്. 16 വർഷം മുൻപ് ആദ്യ ക്രിപ്റ്റോ കറൻസിയായി അവതരിപ്പിച്ചപ്പോൾ $1 കൊണ്ട് 13,000 ബിറ്റ്കോയിൻ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു എന്നതും മറ്റൊരു വസ്തുത. അമേരിക്കയിൽ ട്രംപ് ജയിച്ച ദിവസം ബിറ്റ്കോയിൻ പുതിയ റെക്കോർഡ് കുറിച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ബിറ്റ്കോയിൻ $80,000 സമീപം ക്ലോസിംഗ് നടത്തിയത് അന്നാണ്. ഡിജിറ്റൽ ആസ്തികളോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നയാളാണ് ട്രംപ്. ക്രിപ്റ്റോ വ്യവസായത്തിൽ യുഎസിനെ കേന്ദ്രമാക്കി മാറ്റാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ബിറ്റ്കോയിൻ സ്റ്റോക്ക് പെയിൽ അടക്കമുള്ള പുതിയ ചുവടുകൾ വയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഡിജിറ്റൽ അസറ്റുകളുമായി ബന്ധപ്പെട്ട് റെഗുലേറ്റർമാരെ നിയമിക്കുമെന്നതും വിപണിക്ക് പ്രതീക്ഷ നൽകിയ പ്രഖ്യാപനമായിരുന്നു. ഡിജിറ്റൽ ആസ്തികൾക്ക് പ്രതികൂലമായ നിലപാട് സ്വീകരിച്ച ജോ ബൈഡന്റെ രീതികൾക്ക് ഘടകവിരുദ്ധമാണ് ട്രംപിന്റെ നിലപാടുകൾ. ഇതാണ് വിപണികളിൽ ചലനമുണ്ടാക്കിയത്. ആ കുതിപ്പ് ഇപ്പോഴും തുടരുകയാണ്. ഈ വർഷം മാത്രം ബിറ്റ്കോയിൻ മൂല്യം ഇരട്ടിയിലധികമായി ഉയർന്നിരുന്നു. ട്രംപിന്റെ വിജയം ഉറപ്പായതിനു ശേഷം 4 ആഴ്ചകൾ കൊണ്ട് 45% ഉയർച്ചയാണ് ബിറ്റ്കോയിൻ നേടിയത്. കോൺഗ്രസിലേക്ക് ക്രിപ്റ്റോ നിയമവിദഗ്ധർ തിരഞ്ഞെടുക്കപ്പെട്ടതും റാലിക്ക് കാരണമായി. നിലവിൽ വലിയ മാറ്റമാണ് ക്രിപ്റ്റോ വിപണികളിൽ നടക്കുന്നതെന്ന് US ക്രിപ്റ്റോ സ്ഥാപനമായ ഗാലക്സി ഡിജിറ്റൽ സ്ഥാപകൻ മൈക്ക് നോവഗ്രാറ്റ്സ് പറഞ്ഞു. 4 വർഷത്തെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥകൾക്ക് ശേഷം ബിറ്റ്കോയിൻ അടക്കമുള്ള ഡിജിറ്റൽ ഇക്കോസിസ്റ്റം സാമ്പത്തിക ഭൂമികയുടെ മുഖ്യധാരയിൽ എത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പലതരം വിവാദങ്ങളും തിരിച്ചടികളും നേരിട്ട ബിറ്റ്കോയിൻ ഇപ്പോഴാണ് മുഖ്യധാരയിലേക്ക് കടന്നു വന്നതെന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു. ബിറ്റ്കോയിൻ 1,00,000 മാർക്ക് മറികടന്നത് ഒരു നാഴികക്കല്ല് മാത്രമല്ല, പകരം ഫിനാൻസ്, ടെക്നോളജി, ജിയോ പൊളിറ്റിക്സ് തുടങ്ങിയവയിലെ ഷിഫ്റ്റാണെന്നും വിലയിരുത്തപ്പെടുന്നു. നാളുകൾക്ക് മുമ്പ് ഒരു ഫാന്റസി മാത്രമായിരുന്ന ബിറ്റ്കോയിൻ ഇപ്പോൾ യാഥാർത്ഥ്യമായത് ക്രിപ്റ്റോ വിപണികൾക്കാകെ കരുത്ത് പകർന്നിരിക്കുകയാണെന്നും നിരീക്ഷകർ പറയുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രചാരണത്തിൽ അമേരിക്കയെ ഈ ഭൂമിയിലെ ക്രിപ്റ്റോ തലസ്ഥാനമാക്കി മാറ്റുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ചെയർപേഴ്സൺ ഗ്യാരി ഗെൻസ്ലറുടെ ഭാഗത്തു നിന്ന് ശക്തമായ നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ്. അമേരിക്കയിൽ ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതോടെ താൻ സ്ഥാനമൊഴിയുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. ക്രിപ്റ്റോ പോളിസി രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച പോൾ ആറ്റ്കിൻസ് ആയിരിക്കും അടുത്ത ചെയർപേഴ്സൺ എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രംപിന്റെ അടുപ്പക്കാരനായ ശതകോടീശ്വരൻ ഇലോൺ മസ്കും ക്രിപ്റ്റോ കറൻസികൾക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. ഇതെല്ലാമാണ് നിലവിലെ ക്രിപ്റ്റോ വിപണിക്ക് കരുത്ത് പകരുന്നത്.